തമിഴ്നാട് രാഷ്ട്രീയത്തിന്റെ അടിത്തട്ടിൽ പതിറ്റാണ്ടുകളായി പ്രവർത്തിച്ചിരുന്ന ചില സാമ്പത്തിക ശക്തികൾ ഇന്ന് തുറന്ന രാഷ്ട്രീയ ശക്തികളായി മാറിക്കൊണ്ടിരിക്കുന്നു. അതിലിപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്ന പേര് സാന്റിയാഗോ മാർട്ടിൻ കുടുംബത്തിൻ്റെതാണ്. ലോട്ടറി കിങ് എന്നറിയപ്പെടുന്ന സാന്റിയാഗോ മാർട്ടിൻ വർഷങ്ങളായി രാഷ്ട്രീയ പാർട്ടികളുമായി ബന്ധം പുലർത്തിയിരുന്നുവെങ്കിലും 2026 തെരഞ്ഞെടുപ്പിലാണ് അദ്ദേഹത്തിന്റെ കുടുംബം നേരിട്ട് രാഷ്ട്രീയ അധികാരത്തിന്റെ കേന്ദ്രത്തിലേക്ക് കടന്നത്. ഈ മാറ്റം ഒരു കുടുംബത്തിന്റെ രാഷ്ട്രീയത്തിലുള്ള സ്വാധീനം എന്നതിലുപരി തമിഴ് രാഷ്ട്രീയത്തിലെ പുതിയ പവർ ആർക്കിടെക്ചറിന്റെ ഉദയമായാണ് കാണേണ്ടത്. ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെയും സാമ്പത്തിക ശക്തികളുടെയും നിഴൽ ലോകത്തിൽ പതിറ്റാണ്ടുകളായി നിശബ്ദമായി സഞ്ചരിച്ചിരുന്ന ഒരു പേരാണ് സാന്റിയാഗോ മാർട്ടിൻ. പൊതുജനങ്ങൾക്ക് അദ്ദേഹം ലോട്ടറി കിങ് മാത്രമായിരിക്കാം. പക്ഷേ രാഷ്ട്രീയ നിരീക്ഷകർക്കും അന്വേഷണാത്മക മാധ്യമ പ്രവർത്തകർക്കും അദ്ദേഹം വെറും ബിസിനസ്സുകാരൻ മാത്രമല്ല. ഇന്ത്യയിലെ രാഷ്ട്രീയ ധനശക്തിയുടെ ഏറ്റവും ശക്തമായ പ്രതീകങ്ങളിലൊന്നാണ് സാന്റിയാഗോ മാർട്ടിൻ. തമിഴ്നാട്ടിലെ ഒരു സാധാരണ ക്രിസ്ത്യൻ കുടുംബത്തിൽ ജനിച്ച സാന്റിയാഗോ മാർട്ടിൻ്റെ തുടക്കം അത്ര ഗ്ലാമറസ് ആയിരുന്നില്ല. ചെറുപ്പത്തിൽ സാധാരണ ജോലികൾ ചെയ്തതായും പിന്നീട് ഇന്ത്യൻ സൈന്യത്തിലും ചെറിയ കാലയളവിൽ സേവനം അനുഷ്ഠിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ അദ്ദേഹത്തിൻ്റെ ജീവിതം മാറ്റിമറിച്ചത് ഇന്ത്യയിലെ സ്റ്റേറ്റ് ലോട്ടറി വിപണിയുടെ വളർച്ചയായിരുന്നു. പലർക്കും അത് ചെറിയൊരു വ്യാപാരമെന്നായിരുന്നു തോന്നിയത്. പക്ഷേ മാർട്ടിൻ അതിൽ കണ്ടത് കോടിക്കണക്കിന് ആളുകളുടെ പ്രതീക്ഷ വിറ്റഴിക്കാവുന്ന ഒരു വൻ സാമ്പത്തിക വ്യവസ്ഥയായിരുന്നു. 1990കളിൽ അദ്ദേഹം സ്ഥാപിച്ച ഫ്യൂച്ചർ ഗെയിമിംഗ് ആൻഡ് ഹോട്ടൽ സർവീസസ് എന്ന കമ്പനി വളരെ പെട്ടെന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ ലോട്ടറി നെറ്റ്വർക്കുകൾ ഒന്നായി മാറി. സിക്കിം, നാഗാലാൻഡ്, മിസോറാം, കേരളം തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ ലോട്ടറി സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ഈ സാമ്രാജ്യം പിന്നീട് ആയിരക്കണക്കിന് കോടി രൂപയുടെ ബിസിനസ് ശക്തിയായി മാറി. ഒരു ചെറിയ ടിക്കറ്റ് വ്യാപാരത്തിൽ നിന്ന് ദേശീയ തലത്തിലുള്ള ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക്, പ്രിന്റിംഗ് സിസ്റ്റം, ഏജന്റ് ചെയിൻസ്, ഫിനാൻഷ്യൽ റൂട്ടിംഗ് സ്ട്രക്ചേഴ്സ് എന്നിവയിലേക്ക് വ്യാപിച്ച ഒരു വമ്പൻ സംവിധാനമായിരുന്നു സാന്റിയാഗോ മാർട്ടിൻ കെട്ടിപ്പടുത്തത്. പക്ഷേ സാന്റിയാഗോ മാർട്ടിൻ്റെ യഥാർത്ഥ ശക്തി പണത്തിൽ മാത്രമായിരുന്നില്ല, രാഷ്ട്രീയ ബന്ധങ്ങളിലായിരുന്നു. ഇക്കഴിഞ്ഞ തമിഴ്നാട് നിയമസഭാ തിരഞ്ഞെടുപ്പ് ഒരു രാഷ്ട്രീയ വിപ്ലവമായി കാണാം. ദശാബ്ദങ്ങളായി തമിഴ്നാട് നിയന്ത്രിച്ച DMK, ADMK ഇരട്ട ധ്രുവ രാഷ്ട്രീയത്തെ തകർത്താണ് വിജയ് നയിച്ച തമിഴക വെട്രി കഴകം അധികാരത്തിലേറിയത്. എന്നാൽ വിജയുടെ രാഷ്ട്രീയ ഉയർച്ചയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച സാമ്പത്തിക തന്ത്രശക്തികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മാർട്ടിൻ കുടുംബമാണെന്ന വിലയിരുത്തൽ ഇന്ന് തമിഴ് രാഷ്ട്രീയ നിരീക്ഷകരുടെ ഇടയിൽ ശക്തമാണ്. സാന്റിയാഗോ മാർട്ടിൻ്റെ രാഷ്ട്രീയ സ്വാധീനം പുതുതല്ല. അദ്ദേഹം ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇലക്ട്രൽ ബോണ്ട് ദാതാക്കളിൽ ഒരാളായിരുന്നു. വിവിധ ദേശീയ പ്രാദേശിക പാർട്ടികളിലേക്ക് അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക ബന്ധങ്ങൾ നീണ്ടിരുന്നു. പക്ഷേ 2026 സംഭവിച്ചത് അതിലുമധികം വലിയ മാറ്റമായിരുന്നു. കുടുംബാംഗങ്ങൾ തന്നെ 3 വ്യത്യസ്ത രാഷ്ട്രീയ ശക്തികളിൽ വിജയിച്ചു. ഭാര്യ ലീമ റോസ് മാർട്ടിൻ ADMK സ്ഥാനാർത്ഥിയായി വിജയിച്ചു. മകൻ ജോസ് ചാൾസ് മാർട്ടിൻ പുതുച്ചേരിയിൽ NDA ബന്ധമുള്ള രാഷ്ട്രീയ ശക്തിയിലൂടെ വിജയിച്ചു. എന്നാൽ ഏറ്റവും വലിയ രാഷ്ട്രീയ കഥയായി മാറിയത് മരുമകൻ ആദവ് അർജുനയുടെ വിജയമായിരുന്നു. തമിഴക വെട്രി കഴകത്തെ ഉരുവാക്കിയത് പെൺകൾ. ഇത് പെൺകൾ കക്ഷി. ആദവ് അർജുനയുടെ ഉയർച്ച സാധാരണ MLA വിജയമല്ല. വെള്ളിവക്കം പോലെ ശക്തമായ നഗരമേഖലയിൽ DMKയെ വൻ ഭൂരിപക്ഷത്തിൽ തോൽപ്പിച്ചത് തമിഴ് രാഷ്ട്രീയ നിരീക്ഷകരെ ഒന്നടങ്കം ഞെട്ടിച്ചു. തെരഞ്ഞെടുപ്പിന് മുമ്പ് പലരും അദ്ദേഹത്തെ ഔട്ട്സൈഡർ സ്ട്രാറ്റജിസ്റ്റ് എന്നായിരുന്നു കണ്ടത്. പക്ഷേ ബലത്തിനു ശേഷം TVKയുടെ യഥാർത്ഥ പൊളിറ്റിക്കൽ ആർക്കിടെക്ട് ആരാണെന്ന ചർച്ച തമിഴ്നാട്ടിലുടനീളം ആരംഭിച്ചു. TVKയുടെ ബുദ്ധി കേന്ദ്രം സാന്റിയാഗോ മാർട്ടിൻ കുടുംബമാണെന്ന നിഗമനത്തിൽ പല നിരീക്ഷകരും അങ്ങനെ എത്തി. ആദവ് അർജുനയുടെ പശ്ചാത്തലം ശ്രദ്ധേയമാണ്. രാഷ്ട്രീയ ശാസ്ത്ര പഠനം, സ്പോർട്സ് അഡ്മിനിസ്ട്രേഷൻ മേഖലയിൽ ദേശീയ സ്വാധീനം, VCKയിൽ പ്രവർത്തിച്ച അനുഭവം, ഇവയെല്ലാം അദ്ദേഹത്തെ സാധാരണ ബിസിനസ്മാൻ റിലേറ്റീവ് എന്ന കാറ്റഗറിയിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നു. TVKയിൽ അദ്ദേഹം ചേർന്നപ്പോൾ തന്നെ വിജയുടെ ഏറ്റവും വിശ്വസ്തനായ പൊളിറ്റിക്കൽ ഓപ്പറേഷൻസ് ഹെഡ് എന്ന നിലയിലാണ് അവതരിപ്പിക്കപ്പെട്ടത്. TVKയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം വിശകലനം ചെയ്താൽ ഇതൊരു സിനിമാ താര ആരാധക പ്രസ്ഥാനം മാത്രമല്ലെന്ന് വ്യക്തമാണ്. ബൂത്ത് ലെവൽ ഡേറ്റ മാപ്പിംഗ്, യൂത്ത് മൊബിലൈസേഷൻ, ഡിജിറ്റൽ മൈക്രോ ടാർഗറ്റിംഗ്, കോൺസിസ്റ്റൻസി വൈസ് നറേറ്റീവ് എഞ്ചിനീയറിംഗ്, ഹോളോഗ്രാം ക്യാമ്പയിൻ എക്സ്പെരിമെന്റ്സ്, ഇതെല്ലാം വളരെ സംഘടിതമായ ഇലക്ഷൻ മാനേജ്മെന്റ് സ്ട്രക്ചറിനെയാണ് സൂചിപ്പിക്കുന്നത്. തമിഴ്നാട്ടിൽ പതിവായി DMKയുടെ ശക്തിയായിരുന്ന കേഡർ ബേസ്ഡ് ഇലക്ഷൻ മെഷീനറിയെ നേരിടാൻ TVKയ്ക്ക് ആവശ്യമായത് കരിസ്മ മാത്രമായിരുന്നില്ല,
കോർപ്പറേറ്റ് ലെവൽ പൊളിറ്റിക്കൽ എക്സിക്യൂഷൻ ആയിരുന്നു. ആ ഇടത്താണ് സാന്റിയാഗോ മാർട്ടിൻ കുടുംബത്തിന്റെ റിസോഴ്സ് നെറ്റ്വർക്കും ആദവ് അർജുനയുടെ ഓപ്പറേഷൻസ് പൊളിറ്റിക്സും നിർണായകമാകുന്നത്. വിജയ് രാഷ്ട്രീയത്തിലെത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ വാഗ്ദാനങ്ങളിൽ ഒന്ന് ഡൈനാസ്റ്റി പൊളിറ്റിക്സ് അവസാനിപ്പിക്കും എന്നായിരുന്നു. എന്നാൽ പിന്നീട് സംഭവിച്ചത് മറിച്ചായിരുന്നു. തമിഴ്നാട്ടിലെ ഏറ്റവും ശക്തമായ സാമ്പത്തിക കുടുംബങ്ങളിലൊന്നുമായി TVK അടുത്ത ബന്ധം പുലർത്തി. ഇതാണ് ഇപ്പോൾ ഉയരുന്ന പ്രധാന വിമർശനവും. എങ്കിലും TVK പിന്തുണയ്ക്കുന്നവർ പറയുന്നത് മറ്റൊന്നാണ്. അവരുടെ വാദം തമിഴ്നാട്ടിൽ DMKയ്ക്കും ADMKയ്ക്കും പതിറ്റാണ്ടുകൾ നീണ്ട ഇൻസ്റ്റിറ്റ്യൂഷണൽ മിഷനറി ഉണ്ട്. അതിനെ നേരിടാൻ വിജയ്ക്ക് ശക്തമായ സാമ്പത്തിക സംഘടനാപരമായ ബാക്ക് ബോൺ ആവശ്യമായിരുന്നു. മാർട്ടിൻ ഫാമിലി അതാണ് നൽകിയതെന്ന് അവർ വിശ്വസിക്കുന്നു. തമിഴ് രാഷ്ട്രീയ ചരിത്രത്തിൽ സിനിമയും സാമ്പത്തിക ശക്തിയും തമ്മിലുള്ള ബന്ധം പുതിയതല്ല. MGR കാലത്തും ജയലളിത കാലത്തും ബിസിനസ് പൊളിറ്റിക്കൽ നെക്സസ് ഉണ്ടായിരുന്നു. പക്ഷേ മാർട്ടിൻ ഫാമിലി മോഡൽ കുറച്ച് വ്യത്യസ്തമാണ്. അവർ ഒരു പാർട്ടിയെ മാത്രം പിന്തുണയ്ക്കുന്നില്ല, അവർ ഒരു പൊളിറ്റിക്കൽ എക്കോ സിസ്റ്റം തന്നെയാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. 2026 തെരഞ്ഞെടുപ്പിന് ശേഷം 1 ഫാമിലി 3 പാർട്ടീസ് 3 വിക്ടറീസ് എന്ന വിവരണം ദേശീയ മാധ്യമങ്ങളിൽ വൈറലായതും അതുകൊണ്ടാണ്. ഇതിന്റെ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് എന്താണ്? TVK ഇപ്പോൾ ഒരു ഐഡിയോളജിക്കൽ മൂവ്മെന്റ് ആണോ അല്ലെങ്കിൽ പ്രൊഫഷണലി മാനേജ്ഡ് പൊളിറ്റിക്കൽ കോർപ്പറേഷൻ ആണോ എന്ന ചോദ്യമാണ്. വിജയുടെ കരിസ്മ TVKയുടെ ഇമോഷണൽ എഞ്ചിനാണെങ്കിൽ ആദവ് അർജുനയും മാർട്ടിൻ നെറ്റ്വർക്കും അതിന്റെ ഓപ്പറേഷണൽ എഞ്ചിനാണെന്ന് നിരവധി നിരീക്ഷകർ വിശ്വസിക്കുന്നു. TVK സർക്കാർ രൂപീകരണത്തിനിടെ ഉണ്ടായ രാഷ്ട്രീയ നീക്കങ്ങൾ അതിനുദാഹരണമാണ്. കോൺഗ്രസ്, VCK, CPI, CPIM തുടങ്ങിയവരുടെ പിന്തുണ ഉറപ്പാക്കിയത് വെറും സ്റ്റാർ അപ്പീൽ കൊണ്ട് മാത്രമല്ല. അതിനു പിന്നിൽ ഇന്റൻസ് നെഗോസിയേഷൻ മിഷനറി പ്രവർത്തിച്ചിരുന്നുവെന്ന് ദേശീയ മാധ്യമ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ആദവ് അർജുന പിന്നീട് സർക്കാർ രൂപീകരണത്തിലെ പ്രധാന നെഗോഷിയേറ്ററായി മാറി. വിള്ളിവക്കം വിജയം അദ്ദേഹത്തെ വിജയുടെ ഷാഡോ സ്ട്രാറ്റജി സ്ഥാനത്ത് നിന്ന് നേരിട്ടുള്ള പവർ സെന്ററാക്കി മാറ്റി. TVKയുടെ ഫ്യൂച്ചർ ക്യാബിനറ്റ് സ്ട്രക്ചറിലും അദ്ദേഹത്തിന് പ്രധാന പങ്ക് ലഭിച്ചതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഇവിടെ മറ്റൊരു നിർണായക കാര്യവും കാണണം. തമിഴ്നാട് രാഷ്ട്രീയം ശക്തമായ ഒരു ഐഡിയോളജിയെ പിൻപറ്റിയായിരുന്നു മുന്നേറിയിരുന്നത്. അത് ദ്രവിഡിയൻ പൊളിറ്റിക്സ് ആയിരുന്നു. പെരിയോർ, EV രാമസ്വാമി നായ്ക്കർ, അണ്ണാദുരൈ, മുത്തുവേൽ കരുണാനിധി, MGR, ജയലളിത എല്ലാവർക്കും വലിയ സാമൂഹ്യ രാഷ്ട്രീയ നറേറ്റീവ് ഉണ്ടായിരുന്നു. എന്നാൽ TVKയുടെ ഉദയം പേഴ്സണാലിറ്റി സെൻട്രിക് ഡിജിറ്റൽ പൊളിറ്റിക്സിനും ഡേറ്റ ഡ്രിവൺ ഇലക്ഷനിയറിംഗിനും അടിസ്ഥാനം വെച്ച പുതിയ രാഷ്ട്രീയ ഘട്ടത്തിന്റെ തുടക്കമാണെന്ന് കരുതാം. വിജയ് ജനങ്ങളിൽ സൃഷ്ടിക്കുന്ന ഇമോഷണൽ എനർജിയെ സ്ട്രക്ചേർഡ് പൊളിറ്റിക്കൽ ക്യാപിറ്റലാക്കി മാറ്റുന്നതിൽ ആദവ് അർജുനയുടെ പങ്ക് വലുതാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. സോഷ്യൽ മീഡിയ മെസ്സേജിംഗ് മുതൽ കോൺസിസ്റ്റൻസി എഞ്ചിനീയറിംഗിൽ വരെ TVKയെ മോഡേണൈസ്ഡ് ക്യാമ്പയിൻ മോഡലാക്കി മാറ്റിയത് ആദവ് അർജുനയാണെന്ന് പലരും അഭിപ്രായപ്പെടുന്നു. എന്നാൽ ഈ കൂട്ടുകെട്ടിന് മുന്നിൽ വലിയ അപകട സാധ്യതകളുമുണ്ട്. ഒന്നാമത് TVK ആന്റി എസ്റ്റാബ്ലിഷ്ഡ് പാർട്ടിയായി വളർന്നതാണ്. എന്നാൽ മാർട്ടിൻ ഫാമിലി പോലുള്ള ശക്തമായ സാമ്പത്തിക കുടുംബങ്ങളുമായി പാർട്ടിയുടെ അടുത്ത ബന്ധം ന്യൂ എസ്റ്റാബ്ലിഷ്മെന്റ് എന്ന വിമർശനം ഉയർത്തുന്നു. രണ്ടാമത് വിജയുടെ പേഴ്സണൽ ക്ലീൻ ഇമേജ് പാർട്ടിയുടെ ഏറ്റവും വലിയ അസറ്റാണ്. മാർട്ടിൻ ഫാമിലിയെ ചുറ്റിപ്പറ്റി പഴയ വിവാദങ്ങളും ഇലക്ട്രൽ ബോണ്ട് ചർച്ചകളും ഭാവിയിൽ TVKയുടെ ധാർമ്മികതയെ തന്നെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. മൂന്നാമത് ആദവ് അർജുനയുടെ വളർച്ച TVKയിൽ ഒരു ഇന്റേണൽ പവർ ബാലൻസ് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമോ എന്ന ചോദ്യവുമുണ്ട്. കാരണം തമിഴ്നാട്ടിൽ കരിസ്മാറ്റിക് ലീഡർ സെൻട്രിക് പാർട്ടീസ് സാധാരണയായി മറ്റ് ശക്തികളെ ഭയപ്പെടാറുണ്ട്. ADMKയിൽ ശശികല, DMKയിൽ ഫാമിലി പവർ ബ്ലോക്സ്, ഇതിൻ്റെ ചരിത്രം തമിഴ്നാട് കണ്ടിട്ടുണ്ട്. എങ്കിലും ഇപ്പോൾ യാഥാർത്ഥ്യം വ്യക്തമാണ്. തമിഴ്നാട് രാഷ്ട്രീയത്തിൽ മാർട്ടിൻ ഫാമിലി ഇനി ബാക്ക് സ്റ്റേജ് ഡോണർ അല്ല, അവർ നേരിട്ടുള്ള പവർ സ്റ്റേക്ക് ഹോൾഡേഴ്സാണ്. വിജയ് ഒരു മാസ് ഐക്കണായി TVKയെ ജനങ്ങളിൽ എത്തിച്ചെങ്കിൽ മാർട്ടിൻ ഫാമിലിയും ആദവ് അർജുനയും അതിനെ സ്റ്റേറ്റ് പവറായി കൺവേർട്ട് ചെയ്യാൻ സഹായിച്ച ശക്തികളാണ്. അതുകൊണ്ട് തന്നെ 2026 തെരഞ്ഞെടുപ്പിന് ശേഷം തമിഴ്നാട്ടിലുയരുന്ന പ്രധാന രാഷ്ട്രീയ ചോദ്യങ്ങളൊന്നിതാണ്: TVKയെ യഥാർത്ഥത്തിൽ നയിക്കുന്നത് വിജയുടെ ജനപ്രീതിയോ അല്ലെങ്കിൽ മാർട്ടിൻ നെറ്റ്വർക്ക് നിർമ്മിച്ച പുതിയ പൊളിറ്റിക്കൽ മെഷീനോ? അടുത്ത 5 വർഷം തമിഴ്നാട് രാഷ്ട്രീയത്തിൻ്റെ ദിശ തീരുമാനിക്കുക ഈ ചോദ്യത്തിനുള്ള ഉത്തരമായിരിക്കും.